സമൂഹത്തിൻ്റെ ജ്ഞാനനിർമ്മിതിയിൽ ആധുനിക വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. പുതിയ കാലത്തെ അഭിസംബോധന ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറയെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. കുട്ടികളിൽ അറിവ് പകരുക എന്നതിനപ്പുറം അതിരുകളില്ലാത്ത ലോകത്തേക്ക് പറക്കാൻ കുട്ടികൾക്ക് ചിറക് നൽകുക എന്നുള്ളതാണ് ഏതൊരു അധ്യാപകൻ്റെയും ലക്ഷ്യമാവേണ്ടത്. കേരളത്തിലെ നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അത്തരം ലക്ഷ്യം കൈവരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാഠ്യപദ്ധതി ആവട്ടെ, പാഠ്യേതര പ്രവർത്തനങ്ങളാവട്ടെ, നമ്മുടെ പാഠപുസ്തകങ്ങളാവട്ടെ ആധുനിക സമൂഹത്തെ വാർത്തെടുക്കുന്ന രീതിയിൽ രൂപപ്പെടുത്തിയെടുത്തതാണ്. അതിൻ്റെ പ്രാക്ടീസാണ് നമ്മുടെ ക്ലാസ് മുറികളിൽ നടക്കുന്നത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോകം വിസ്മയത്തോടെ നോക്കിക്കാണുന്നതിന് പ്രധാനപ്പെട്ട കാരണവും നമ്മുടെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ ആർജിച്ചെടുത്ത ഈ നേട്ടങ്ങൾ തന്നെയാണ്. അത്തരം നേട്ടങ്ങൾ ആർജിച്ചെടുക്കുന്നതിന് ഒപ്പവും സഞ്ചരിച്ചൊരു വിഭാഗമാണ് നമ്മുടെ അധ്യാപക സമൂഹം. കേരളത്തിൽ ഏതാണ്ട് 1,80,000-ഓളം അധ്യാപകരുണ്ട്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അത്തരം അധ്യാപക സമൂഹത്തിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ അധ്യാപക പ്രസ്ഥാനമായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ഷാഫി ഇന്ന് നമ്മോടൊപ്പമുണ്ട്. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഇപ്പം നമ്മൾ കേരളത്തിൽ ഏതാണ്ട് 1,80,000-ഓളം അധ്യാപകരുണ്ട്. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ അധ്യാപക സമൂഹം തന്നെയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അധ്യാപകർ വഹിക്കുന്ന പങ്കും വളരെ വലുതാണ്. പുതിയ തലമുറയിലെ അധ്യാപകരാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് UP മുതൽ പഠിപ്പിക്കുന്നു, റോബോട്ടിക് സാങ്കേതിക വിദ്യ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ രീതിയും മാറി. അത് നേരിടാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ അധ്യാപക സമൂഹവും മാറിക്കഴിഞ്ഞു. അതിനാവശ്യമായ നിരന്തരമായ പരിശീലനം അവധിക്കാലത്തൊക്കെ അധ്യാപകർക്ക് നൽകുന്നുണ്ട്. ആത്മാർത്ഥതയോടുകൂടി ഈ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകർ ഇന്ന് ചെറിയൊരു ആശങ്കയിലാണ്. അത് ഈ നിലവിൽ സുപ്രീം കോടതി വിധിയെ തുടർന്നുള്ള TET പരീക്ഷ മുഴുവൻ അധ്യാപകർക്കും നിർബന്ധമാക്കിയ ഒരു സാഹചര്യമാണ്. നേരത്തെ കേരളത്തിൽ അതുണ്ട്. TET അധ്യാപക യോഗ്യതാ പരീക്ഷ നിലവിൽ കേരളത്തിലുണ്ട്. പക്ഷേ അത് എല്ലാ അധ്യാപകർക്കും സുപ്രീം കോടതി ഇപ്പം നിർബന്ധിതമാക്കിയിരിക്കുകയാണ്. ഇതിനെങ്ങനെയാണ് ഒരു അധ്യാപക സംഘടന എന്ന നിലയ്ക്ക് KSTയെ കാണുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണ്. അതിലൊരു പ്രധാന പങ്ക് അധ്യാപകർക്കുണ്ട്. അധ്യാപകർ മാത്രമല്ല, സമൂഹം, നമ്മുടെ ആദ്യകാലത്ത് ഈ കേരളീയ പൊതുവിദ്യാഭ്യാസം വളർത്തിയെടുത്ത കർഷക സംഘവും ഗ്രന്ഥശാല പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനങ്ങളും ഒക്കെയുള്ളവർക്ക് അതിൽ പങ്കുണ്ട്. ഭരണത്തിൻ്റെ നിലപാടുകളൊരു പ്രധാനമാണ്. അതാണ് കഴിഞ്ഞ 10 വർഷം നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനു മുമ്പ് ഭരിച്ചിരുന്ന പാർട്ടിയുടെ മുഖപത്രം തന്നെ EGM തൊഴുത്തെന്ന് വിളിച്ചിരുന്ന വിദ്യാലയങ്ങളെ ഇന്ന് ഇപ്പോൾ അവതാരകൻ പറഞ്ഞതുപോലെ ലോകോത്തരമായി മാറ്റിക്കഴിഞ്ഞു. അടച്ചുപൂട്ടാൻ വെച്ചിരുന്ന വിദ്യാലയങ്ങൾ ഇന്ന് അതിൻ്റെ ഭൗതിക സാഹചര്യം കൊണ്ടും സിനിമയുടെ സൈറ്റ് ആയി പോലെ എടുത്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അക്കാദമിക രംഗത്താണെങ്കിൽ ഇന്ന് കേരളം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ പരീക്ഷകൾ, ആ പരീക്ഷയുടെ നടത്തിപ്പ് രീതിയിലൊക്കെ നമുക്ക് വ്യത്യസ്ത അഭിപ്രായമുണ്ടെങ്കിലും ഉയർന്ന നിലവാരത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിൽ അധ്യാപകർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് സുപ്രീം കോടതി സെപ്റ്റംബർ 1, 2025 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ചൊരു വിധിയെ തുടർന്ന് ഇന്ത്യയിലാകെയുള്ള ലക്ഷക്കണക്കിന് അധ്യാപകർ ഒരു ആശങ്കയിലാണ്. അത് കേരളത്തിലുമുണ്ട്. സെപ്റ്റംബർ 1 വന്ന വിധിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, കോടതിയുടെ മുമ്പിൽ വന്ന ചോദ്യങ്ങൾ 2 എണ്ണമായിരുന്നു. പ്രധാനമായും അത് മഹാരാഷ്ട്ര ഹൈക്കോടതിയിൽ നിന്നും, അതായത് ബോംബെ ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതി, തമിഴ്നാട്ടിലുള്ള ഹൈക്കോടതി,
ഈ രണ്ട് സ്ഥലത്തു നിന്നും വന്ന കേസുകൾ ഉൾപ്പെടെ 28ഓളം കേസുകൾ ഒന്നിച്ചെടുത്തൊരു വിധിയാണത്. കോടതിയുടെ മുമ്പിൽ വന്ന രണ്ട് ചോദ്യങ്ങളായിരുന്നു. ഒന്ന്, വിദ്യാഭ്യാസ അവകാശ നിയമം വന്നതിന് ശേഷമാണ് അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ വേണം എന്ന നിബന്ധന വന്നത്. അത് വരുന്നതിന് മുമ്പ് നിയമിതരായവർക്ക് പ്രമോഷന് ആ യോഗ്യത നിർബന്ധമാണോ എന്നുള്ള ചോദ്യം. മറ്റൊന്ന്, ന്യൂനപക്ഷാവകാശമുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ വേണോ എന്നുള്ള രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത്. ന്യൂനപക്ഷാവകാശമുള്ള സ്ഥാപനങ്ങളിൽ ടെറ്റ് വേണം എന്നുള്ള അഭിപ്രായം കോടതി 2-അംഗ ബെഞ്ച് പറഞ്ഞെങ്കിലും ഇതിൽ അന്തിമ വിധി പറയാൻ ഇത് കുറച്ച് വിശാലമായ വിഷയമായതുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് അത് വേണമെന്നുള്ളതാണ്. എന്നാൽ ഒന്നുകൂടെ കടന്ന് കോടതി പറഞ്ഞത് സർവീസിൽ തുടരണമെങ്കിൽ തന്നെ യോഗ്യതാ പരീക്ഷ വേണം. അതാണ് ഏറ്റവും വലിയ ആശങ്ക. അത്തരം ആളുകൾക്ക് 2 വർഷത്തെ സമയം കോടതി സ്വമേധയാ അനുവദിക്കുകയാണ്. ആ 2 വർഷത്തിനുള്ളിൽ പാസ്സായിക്കോളും. കോടതി തന്നെ പറയുന്നു പാസ്സായില്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾ അവരെ പിരിച്ചുവിട്ട് നിയമവിധേയമായിട്ടുള്ള റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്ത് പറഞ്ഞയക്കണം എന്ന് പറഞ്ഞാൽ പിരിച്ചുവിടണം എന്നുള്ളതിൻ്റെ മറ്റൊരു ഭാഷ. 5 വർഷമേ ഇനി സർവീസ് ബാക്കിയുള്ളൂവെങ്കിൽ അവർക്ക് സർവീസിൽ തുടരാം. പക്ഷേ അവർക്കൊരു പ്രൊമോഷനോ മറ്റോ അർഹത ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുക. ഇത് വലിയ ആശങ്കയാണ്. ഇന്ത്യയിലെ മൊത്തം വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ഏകദേശം 62,000-ഓളം ആളുകളെ ഇത് ബാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അഭിപ്രായം, ഒരു നിശ്ചിതമായ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ, അന്നത്തെ കാലത്ത് നിശ്ചയിച്ച യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ജോലിയിൽ കയറിയ ഒരാളെ പിന്നീട് വരുന്ന ഒരു നിയമത്തിൻ്റെ പേരിൽ പിരിച്ചുവിടുന്നത് തൊഴിലാളി വിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമാണ് എന്നുള്ള നിലപാടാണ്. പ്രാകൃതവും കൂടിയാണ്. അതാണ് കറക്റ്റായിട്ടുള്ള ഒരു വാക്ക്. അതുകൊണ്ട് അവർക്ക് എക്സംഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്. എന്നാൽ കോടതി വിധി മുഴുവനായി വായിച്ചു പോകുമ്പോൾ ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് നമുക്കതിൽ കാണാൻ കഴിയും. അത് കോടതി മാത്രമല്ല. കോടതി അതിൽ കൃത്യമായി പറയുന്നു, 20-30 വർഷം സർവീസുള്ള യോഗ്യതാ പരീക്ഷ ഇല്ലാത്ത ആളുകൾ പഠിപ്പിച്ച കുട്ടികൾ ഉയർന്ന നിലവാരത്തിലെത്തിയിട്ടുണ്ട്. ചിലപ്പോൾ ഈ ജഡ്ജിമാരായവരെ പഠിപ്പിച്ചതും തെറ്റില്ലാത്തവരോ. അതുകൊണ്ട് ഇവർ മോശക്കാരാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കോടതി എന്നുള്ള നിലക്ക് നിലവിലുള്ള നിയമം നടപ്പിലാക്കുന്നത് കുറച്ച് കഠിനമാണെങ്കിലും അത് തെറ്റായി ഞങ്ങൾ കരുതുന്നില്ല. അതിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവുന്നത് നിയമമാണ് ഇതിനുള്ളിലെ കുറ്റവാളി. ഈ നിയമം ഉണ്ടാക്കിയത് 2009 ശ്രീ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ശ്രീ കപിൽ സിബിൽ മാനവ വിഭവശേഷി വികസന വകുപ്പ് മന്ത്രിയുമായിരുന്ന കാലഘട്ടത്തിൽ. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പേര്. അന്ന് തന്നെ KSTA അന്നത്തെ ജനറൽ സെക്രട്ടറി സി ഉസ്മാൻ മഷീദ് ലേഖനത്തിൽ സൂചിപ്പിച്ചു. ഈ നിയമത്തിൽ എന്താ പറഞ്ഞത്? 1 മുതൽ 8 വരെ കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എന്ന്. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 63 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ അങ്ങനെ നിയമം കൊണ്ടുവരുന്നത്. കേരളത്തിൽ നിന്ന് നമ്മൾ പറഞ്ഞു ഇത് ഒരു ചെറുപ്പക്കാരന് ധരിപ്പിക്കുന്ന കുഞ്ഞുടുപ്പാണ്. കേരളത്തിൽ 12-ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമുള്ളിടത്താണ് 8-ാം ക്ലാസ് വരെ കൊണ്ടുവരുന്നത്. ഒരു കുഞ്ഞുടുപ്പാണ്. അതോടൊപ്പം നിലവിലുള്ളവരെ ഇതിന് നിർബന്ധിക്കുന്നത് ശരിയല്ല, അത് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ ഗവൺമെൻറ്റിനെ പിന്തുണച്ച, ഇന്നിപ്പോൾ ഇതിനെതിരെ ചില കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർ അന്ന് അതിനെ സ്വാഗതം ചെയ്ത ആളുകളാണ്. കോൺഗ്രസ് അധ്യാപക സമരം ചെയ്തില്ല, ഒരാവശ്യം ഉന്നയിച്ചില്ല. അതിൽ 23-ാം വകുപ്പിൽ കൃത്യമായി പറയുന്നു, അധ്യാപക യോഗ്യത നിർണ്ണയിക്കാൻ ഒരു അപ്രോപ്രിയേറ്റ് ഏജൻസി നിശ്ചയിക്കും. ആ അപ്രോപ്രിയേറ്റ് ഏജൻസി നിശ്ചയിക്കുന്ന യോഗ്യതകൾ നിലവിലുള്ള അധ്യാപകർ 5 വർഷം കൊണ്ട് നേടിയിരിക്കണം. പിന്നീട് അപ്രോപ്രിയേറ്റ് ഏജൻസിയായിട്ട് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ NCTA നിശ്ചയിച്ചു. NCTA ആണ് ഓരോ മേഖലയിലും ഒരു യോഗ്യതാ പരീക്ഷ നിശ്ചയിച്ചത്. അത് പിന്നീട് BJP അധികാരത്തിൽ വന്നപ്പോൾ, അപ്പോൾ 5 വർഷം എന്ന് പറയുമ്പോൾ 2014 വരെ,
പിന്നീട് ഒന്നുകൂടെ നീട്ടി 2019 വരെ എക്സ്റ്റൻഷൻ കൊടുത്തു എന്നുള്ളതല്ലാതെ BJP അധികാരത്തിൽ വന്നപ്പോഴും ഇപ്പോഴത്തെ മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോഴും അത് തന്നെ തുടരുകയാണ് ചെയ്തത്. അതിനെതിരെ ഇന്ത്യയിലൊട്ടാകെയുള്ള പുരോഗമന അധ്യാപക പ്രസ്ഥാനങ്ങൾ അന്നു മുതലേ ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ കുറ്റവാളി കേന്ദ്ര സർക്കാരാണ്. എന്നാൽ കേരളത്തിൽ അന്നു മുതലേ നമുക്ക് ഒരു ചരിത്രമുണ്ട്. കേരളത്തിലെ ചരിത്രം എന്ന് പറയുന്നത് യോഗ്യതകൾ കാലാകാലങ്ങളിൽ മാറ്റിയിട്ടുണ്ട്, ഇനിയും മാറ്റേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ പുതിയ റിപ്പോർട്ടൊക്കെ വന്ന പ്രകാരം യോഗ്യത ഇനിയും വർദ്ധിപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്, സാധ്യതയുണ്ട്. അങ്ങനെ വർദ്ധിപ്പിക്കുമ്പോഴൊക്കെ നിലവിലുള്ളവരെ സംരക്ഷിച്ചിട്ടുണ്ട്. അറിയാമായിരിക്കും, അറബി അധ്യാപകരെ സാധാരണ അധ്യാപകരെ പോലെ പരിഗണിച്ചത് സഖാവ് EMS ആണ്. പല ആളുകളും അന്നത്തെ മുഖ്യമന്ത്രിയെ പറയില്ല, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയെ പറയും. അതെ, ഒരു വിദ്യാഭ്യാസ മന്ത്രി അല്ലല്ലോ ഒരു നയം തീരുമാനിക്കുന്നത്. അതിപ്പം ഈ മലപ്പുറം ജില്ലാ രൂപീകരണമായാലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ രൂപീകരണമായാലും പറയുന്നത് CHന്റെ പേരാണ്. CHന്റെ പേരാണ്. യഥാർത്ഥത്തിൽ CH അന്ന് അതിലെ ഒരു മന്ത്രി മാത്രമാണ്. ഒരു ഗവൺമെന്റിന്റെ പോളിസി തീരുമാനിച്ചത് അന്നത്തെ ഇടത് മുന്നണിയാണ്, പൊളിറ്റിക്കൽ തീരുമാനം. EMS ആണ് അന്നത്തെ മുഖ്യമന്ത്രി. അന്ന് അറബി അധ്യാപകരെ കൊണ്ടുവന്നപ്പോൾ വേണ്ടത്ര യോഗ്യതയുള്ളവരുണ്ടായിരുന്നില്ല. അന്ന് 7ാം ക്ലാസ് പാസ്സായി ഒരു എൻട്രൻസ് പരീക്ഷ, ദർസിലൊക്കെ പോയ ഒരു എൻട്രൻസ് പരീക്ഷ എഴുതി അധ്യാപകരായി. മുൻഷിമാർ എന്ന പേരൊക്കെ വന്നു. അതെ. അപ്പോൾ അങ്ങനെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ അവിടെ ഉണ്ട്. അവർ അറബിയിൽ വളരെ വിദഗ്ധരാണ്. എന്നാൽ ഈ അന്നത്തെ മുസ്ലിം സമുദായം പ്രത്യേകിച്ചും ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ള ദേഷ്യം കൊണ്ടൊക്കെ സ്കൂളിൽ പോകാത്ത കാര്യങ്ങൾ ചരിത്രപരമായ ധാരാളം കാരണങ്ങളാണ് ഒരു പിന്നിലായി. പിന്നീട് നായനാർ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അത് 10ാം ക്ലാസ് ആക്കി. 10ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന മാഷ് 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളായിരിക്കണം. അന്നാണ് വലിയ സമരം നടക്കുന്നത്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു. നിലവിലുള്ളവരെയൊക്കെ പിരിച്ചുവിടും എന്ന് പറഞ്ഞ് എല്ലാവരെയും രംഗത്തിറക്കി. നമ്മുടെ മലപ്പുറത്ത് ഇന്ന് മലപ്പുറം ഗവൺമെൻറ് കോളേജ് ജോലി ചെയ്യുന്നിടത്താണ് അന്നത്തെ കളക്ടറേറ്റിൻ്റെ മുമ്പിൽ ആദ്യം ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ടു. തുടർന്നുണ്ടായ വെടിവെപ്പിൽ ദൗർഭാഗ്യകരമായ സംഭവത്തിൽ 3 ആളുകൾ മരണപ്പെട്ടു. മജീദ് റഹ്മാൻ കുഞ്ഞിപ്പ. അതെ. അതിപ്പോഴും ഭാഷാ സമരം എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ അത് ഷഹീദ് എന്നാണ് അവർ, ഷഹീദാക്കൾ എന്നാണ് വിളിക്കുന്നത്. അതെ. അത് യഥാർത്ഥത്തിൽ ഈ ഇതിന്റെ തുടർച്ചയാണ്. പക്ഷേ ആ 7ാം ക്ലാസ് പാസ്സായ അധ്യാപകർ മുഴുവൻ ആളുകളും റിട്ടയർ ചെയ്തു. ഒരു ആനുകൂല്യത്തിനും കുറവൊന്നുമില്ല. പ്രൈമറി അധ്യാപകർ പണ്ട് 10ാം ക്ലാസ് ആയിരുന്നു യോഗ്യം കേരളത്തിൽ. പിന്നീട് 12ാം ക്ലാസ് ആക്കി. ആ 10ാം ക്ലാസ്സുള്ള അധ്യാപകർ ഹെഡ് മാസ്റ്റർമാരായി ഒക്കെ റിട്ടയർ ചെയ്തു. ഇപ്പോഴും സർവീസിലുള്ള ആളുകളുണ്ട്. സെറ്റ് കൊണ്ടുവന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. ഹയർ സെക്കൻഡറിയിൽ സെറ്റിന് മുമ്പ് ജോലി ചെയ്തവർക്ക് സെറ്റില്ല എന്നതുകൊണ്ട് പ്രിൻസിപ്പളാക്കാതിരിക്കുകയോ അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു തൊഴിലാളി ആഭിമുഖ്യമുള്ള സമീപനം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ എല്ലാ കാലത്തും എടുത്തിട്ടുണ്ട്. ഈ കേറ്ററ്റിൻ്റെ കാര്യത്തിലും സംസ്ഥാന സർക്കാർ അധ്യാപകരെ ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന ഗവൺമെൻറ് ആവട്ടെ, വിദ്യാഭ്യാസ വകുപ്പ് ആവട്ടെ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആവട്ടെ, അധ്യാപകർക്കൊപ്പമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ക്രിയാത്മകമായ നടപടികൾ ഇപ്പം ഈ സുപ്രീം കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ അടക്കം കൊടുത്തു. അതിന് ശക്തമായ കൂടെ അധ്യാപകർക്കൊപ്പം, അധ്യാപകരുടെ ഏറ്റവും കൂടെ ഇങ്ങനെ ഒരു ഡെമോക്രസിൻ്റെ വാള് അധ്യാപകർക്ക് മുമ്പിൽ തൂങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും അധ്യാപകർക്ക് പ്രതീക്ഷ നൽകുന്നത് സംസ്ഥാന സർക്കാർ അധ്യാപകർക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. അതേക്കുറിച്ച് എന്താണ് സംസ്ഥാന സർക്കാരിൻ്റെ നടപടികളെക്കുറിച്ച്? സംസ്ഥാന സർക്കാർ എല്ലാ കാര്യത്തിലും അധ്യാപകരോടൊപ്പം നിന്നിട്ടുണ്ട്. ചെറിയ സർവീസ് കാര്യങ്ങൾ മുതൽ ഇപ്പോൾ ഏറ്റവും ആശങ്കയുള്ള ഈ സമയത്ത് കേരളത്തിൽ അധ്യാപകർക്ക് ആശ്വാസം പകരുന്ന നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ്. ഉടനെ തന്നെ കോടതി വിധി വന്ന ഉടനെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ റിവ്യൂ പോകും. ആ റിവ്യൂ പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞു. സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഏകദേശം 30ഓളം റിവ്യൂ പെറ്റീഷനുകൾ വന്നിട്ടുള്ളത്. അതിൽ 5 സംസ്ഥാന സർക്കാരുകൾ കൊടുത്തിട്ടുള്ളത്. കേരളം, തമിഴ്നാട്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ആന്ധ്ര, ഇത്രയും സംസ്ഥാനങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ആ 5 സംസ്ഥാനങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ കേറ്ററ്റിനെതിരെ സമരം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ കർണാടക കൊടുത്തിട്ടില്ല. ഇവിടെ ഇതിനെതിരെ വലിയ സംസാരിക്കുന്ന BJPക്കാരുടെ ആളുകളാണ് ഭൂരിപക്ഷം സംസ്ഥാനങ്ങളിൽ. ഒരു സംസ്ഥാനവും കൊടുത്തിട്ടില്ല. UP കൊടുത്തിട്ടുണ്ട്, ബാക്കി എവിടെയും കൊടുത്തിട്ടില്ല. കഴിഞ്ഞ പാർലമെൻറ്റിൽ എല്ലാ പാർട്ടിക്കാരും ഇതാവശ്യപ്പെട്ടു. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഒരു അക്ഷരം വേണ്ടിയില്ല. പക്ഷേ ഈ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. ആ റിവ്യൂ പെറ്റീഷനിൽ കേരളത്തിൽ നിലനിൽക്കുന്ന ചില പ്രത്യേകതകളുണ്ട്. കേരളത്തിൽ നമ്മൾ
ഉയർന്ന യോഗ്യതയായ സെറ്റ്, നെറ്റ് എന്നിവ ഇതിന് തുല്യമായ ചില ഉത്തരവ് കൊടുത്തിരുന്നത്. കാരണം അത് ഒരു യോഗ്യതാ പരീക്ഷയാണ്. അതടക്കം ഇപ്പോൾ ഈ കോടതി വിധി പ്രകാരം ഇല്ലാതായിരിക്കുകയാണ്. അതടക്കം മെൻഷൻ ചെയ്തുകൊണ്ടുള്ള വളരെ സമഗ്രമായ റിവ്യൂ പെറ്റീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ കോടതി ഒരു റിവ്യൂ പെറ്റീഷനും എടുത്തിട്ടില്ല. രണ്ടാമത് ചെയ്തത് അധ്യാപകർക്ക് വേണ്ടി മാത്രം യോഗ്യതാ പരീക്ഷ നടത്തണം എന്ന് KST ആവശ്യപ്പെട്ടു. അതിന് വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുകയും നിലവിലുള്ള സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക പരീക്ഷ, അതിന് ചില പ്രശ്നങ്ങളുണ്ട്. അത് ഉന്നയിക്കാൻ കാരണം ടെറ്റ് പരീക്ഷ നടത്തണമെങ്കിൽ ചില നിശ്ചയ യോഗ്യതകൾ വേണം. ഉദാഹരണത്തിന് ടെറ്റ് 1 എഴുതണമെങ്കിൽ +2 വേണം. സർവീസിൽ അധ്യാപകരിൽ +2 ഇല്ലാത്തവർ നിലവിൽ തുടരുന്നുണ്ട്. അവർക്കിനി +2 എടുത്തെഴുതാൻ കഴിയില്ലല്ലോ. അതുപോലെ സ്വന്തം വിഷയത്തിൽ B.Ed ഇല്ലാത്ത ചില ആളുകളുണ്ടാവും. ആ കാലഘട്ടത്തിൽ അത് മതിയായിരുന്നു പോസ്റ്റിങ്ങിന്. അപ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് അധ്യാപകർക്ക് വേണ്ടി പ്രത്യേക ടെറ്റ് നടത്താൻ ഗവൺമെൻറ് ഉത്തരവായി. അതിന് മുന്നോടിയായി തന്നെ ഫെബ്രുവരിയിൽ ഒരു ജനറൽ ടെറ്റും ഇപ്പോൾ ഇറക്കാൻ തീരുമാനിച്ചു. ഈ 2 ടെറ്റും കഴിയുന്നതോടുകൂടി അധ്യാപകർ ഇപ്പോൾ അതിൻ്റെ വലിയ ഒരുക്കത്തിലാണ്. സംഘടന എന്നുള്ള നിലക്ക് ഞങ്ങൾ അവർക്ക് പരിശീലനങ്ങളും മാതൃകാ പരീക്ഷയും ഒക്കെ നടത്തിക്കൊണ്ട് അവരോടൊപ്പമുണ്ട്, അധ്യാപകരോടൊപ്പമുണ്ട്. എനിക്ക് തോന്നണേ കേരളത്തിലെ അധ്യാപകരിപ്പം LP ആവട്ടെ, UP ആവട്ടെ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി ആവട്ടെ, അവർക്ക് നിശ്ചിതമായ വിദ്യാഭ്യാസ യോഗ്യതയും അധ്യാപക കോഴ്സുകളുണ്ട്. പക്ഷേ കേരളത്തിലെ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഉയർന്ന യോഗ്യത ഉള്ളവരാണ്. ഇപ്പോൾ LPയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ തന്നെ ഒരു പകുതിയിലേറെ പേർക്ക് ചിലപ്പോൾ സെറ്റ് ഉണ്ടാവാം. അതേപോലെ PhD ഉള്ള അധ്യാപകർ UP പഠിപ്പിക്കുന്ന, എനിക്ക് പേഴ്സണലായിട്ട് അറിയുന്ന അധ്യാപകരുണ്ട്. ഒരുപാട് ഉന്നത യോഗ്യത നെറ്റുള്ള അധ്യാപകർ ഇഷ്ടം പോലെ LP സ്കൂൾ മുതൽ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അപ്പം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ ഉയർന്ന യോഗ്യത ഉള്ള അധ്യാപകരാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇത് പറയുമ്പോഴേ എനിക്ക് KSTയുടെ ജനറൽ സെക്രട്ടറി നൽകി ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ഇവാലുവേഷൻ എന്ന് പറയുന്നപ്പോൾ ഇപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന കുറേ കാലമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഉയർന്നു വരുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, നമ്മുടെ അധ്യാപകരെയും കൂടെ മൂല്യനിർണ്ണയം നടത്തേണ്ടതില്ലേ? പ്രത്യേകിച്ചും ഈ പുതിയ കാലത്ത് പുതിയ വിദ്യാഭ്യാസ രീതികൾ വരുന്നു, പാഠ്യപദ്ധതി വരുന്നു, റോബോട്ടിക് പഠനം സ്കൂളിലേക്ക് വരുന്നു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് UP മുതൽ നമ്മൾ കേരളം പഠിപ്പിക്കുന്നു. കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഈ ജെൻഡർ ഇക്വാളിറ്റിയും ജെൻഡർ ജസ്റ്റിസും നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഉൾച്ചേർത്തിട്ടുണ്ട്. അതുപോലെ തൊഴിൽ ഉപകൃത വിദ്യാഭ്യാസം വരുന്നു, ഭിന്നശേഷി കുട്ടികളും കൂടെ നമ്മൾ ഉൾച്ചേർത്ത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇങ്ങനെ വളരെ സമഗ്രമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പരിസരമാണ് നമ്മുടെ കേരളത്തിൽ ഉള്ളത്, പൊതുവിദ്യാഭ്യാസ രംഗത്തുള്ളത്. പക്ഷെ നമ്മളെ അധ്യാപകരിൽ ഒരു വിഭാഗം വലിയൊരു വിഭാഗം ഇതോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർക്ക് ആവശ്യമായ അധ്യാപക പരിശീലനമൊക്കെ വളരെ കൃത്യമായി സർക്കാർ കൊടുക്കുന്നുണ്ട്, അധ്യാപക സംഘടനകൾ കൊടുക്കുന്നുണ്ട്. അധ്യാപക സംഘടനകൾക്കൊപ്പം നിന്ന് ഉയർന്നു ചിന്തിക്കുന്ന ഒരു അധ്യാപകർ. പക്ഷെ അതെല്ലാത്തവരുണ്ടല്ലോ, എല്ലാ മേഖലയിലുള്ളതുപോലെ ഇവരിലുണ്ടാവുന്ന അതെല്ലാത്തവരുണ്ട്. അപ്പം അധ്യാപകരെ ഏതെങ്കിലും ഘട്ടത്തിൽ മൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട്. അവരെയും കൂടെ കുട്ടികളെ മൂല്യനിർണ്ണയം നടത്തുന്ന പോലെ അധ്യാപകരെയും മൂല്യനിർണ്ണയം നടത്തേണ്ടതുണ്ട് എന്ന ഒരു പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ ഉയർന്നു വരാറുണ്ട്. അതേക്കുറിച്ച് എന്താണ് മാഷയുടെ അഭിപ്രായം? വിദ്യാഭ്യാസ രംഗം എന്നുള്ളത് അധ്യാപകൻ്റെ മാത്രം ഒരു നിയന്ത്രണത്തിലുള്ള സാധനമല്ല. ഇപ്പോൾ അവിടെ പഠിപ്പിക്കേണ്ടത് എന്താണ്, അതെങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളതൊക്കെ വളരെ വിദഗ്ധന്മാർ ആയിട്ടുള്ള റിസർച്ചും NCERT SCERT ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. ആ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിറങ്ങിയ കാലഘട്ടത്തിനേക്കാൾ ഇപ്പോൾ എത്രയും മാറി, അന്നത്തെ കാര്യങ്ങളൊക്കെ മാറി. അപ്പോൾ അധ്യാപകൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ട ആളുകളാണ്. അതിനുവേണ്ടിയാണ് അധ്യാപകർ ഈ കോഴ്സുകളും ഒക്കെ എല്ലാ വെക്കേഷനിലും 5 ദിവസത്തെ കോഴ്സ്, ക്ലസ്റ്റർ കോഴ്സുകൾ എന്നിവയൊക്കെ നൽകുന്നത്. അധ്യാപകരുടെ വലിയ ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ മേഖല. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് പുറത്തു പോയാൽ പോലും അവിടെയുള്ള അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് പോലും കേരളത്തിലെ അധ്യാപകരെയാണ്, വിദേശത്ത് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഗൾഫ് നാടുകളിലെ ഏറ്റവും അധ്യാപകരെയാണ്. അത് കാരണം നമ്മുടെ ഇവിടുത്തെ പ്രീ സർവീസിൻ്റെയും നമ്മുടെ ഇവിടുത്തെ പൊതുവിദ്യാലയങ്ങളുടെ അവരുടെ ടീച്ചിങ് പ്രാക്ടീസിൻ്റെയും ഒക്കെ ഗുണമാണ്. തീർച്ചയായും അധ്യാപകർ ആരാലും മോണിറ്റർ ചെയ്യപ്പെടരുത് എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കില്ല. മോണിറ്റർ ചെയ്യപ്പെടുന്നതിലും യാതൊരു തെറ്റില്ല. പക്ഷെ അധ്യാപനം എന്നുള്ളത് നമുക്ക് പുറത്തുനിന്ന് കാണുന്ന പോലെ സാധനമല്ല. അതൊരു മാനസികവും കുട്ടിയുടെ മാനസിക സ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടൊക്കെ പാഠ്യപദ്ധതി കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെയുള്ള ഒരു വളരെ ശാസ്ത്രീയമായ ഒരു സ്കിൽഡ് വർക്കാണ് യഥാർത്ഥത്തിൽ അധ്യാപകർ എന്നുള്ളത്. തീർച്ചയായും മോണിറ്റർ ചെയ്യുന്നത് ഇപ്പോൾ സിസ്റ്റമുണ്ട്. ഈ വർഷം നമ്മുടെ സർക്കാർ അത് വളരെ നന്നായി നടപ്പിലാക്കിയിട്ടുണ്ട്. മുമ്പൊക്കെ AEOമാർ എന്ന് പറഞ്ഞാൽ ഓഫീസുകളിലിരുന്ന്
ഈ കാര്യങ്ങൾ മാത്രം നോക്കുന്ന ആളുകളെ ഇപ്രാവശ്യം കൃത്യമായി ഓരോ ഓഫീസറും നിശ്ചിത ദിവസങ്ങളിൽ സ്കൂളുകളിൽ സന്ദർശനം നടത്തി, ആ സന്ദർശനം എന്ന് പറയുന്നത് ഇപ്പോൾ മാറിയിട്ടുണ്ട്, പഴയതുപോലെയല്ല. മുമ്പ് പണ്ടാണെങ്കിൽ എയ്യോ വരുന്നു, കുട്ടികളെ എണ്ണ എടുക്കുന്നു, പേടിപ്പിച്ചു പോകുന്നു. തലയെണ്ണാന്നാണെന്ന് പറയാം. സിനിമകളിൽ പോലും നമ്മൾ എയ്യോ വരുന്നതിനെ ഇപ്പോൾ സപ്പോർട്ടീവാണ്. അവർ ക്ലാസ്സിൽ പോയി ഒരു പീരീഡ് മുഴുവൻ സമയം ഇരിക്കുന്നു അധ്യാപകന്. അപ്പോൾ അവരും ഇതിൽ വൈദഗ്ധ്യമുള്ള ആളുകളാണ്. കാരണം അവരും അധ്യാപകരിൽ നിന്ന് വന്ന ആളുകളാണ്, വൈദഗ്ധ്യമുള്ള ആളുകൾ. അങ്ങനെ ഒരു സ്കിൽഡ് ലേബർ എന്നുള്ള നിലക്ക് അത്തരം വൈദഗ്ധ്യമുള്ള ആളുകളുടെ മോണിറ്ററിങ് തീർച്ചയായിട്ടും ഇപ്പോൾ നന്നായി നമ്മുടെ സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെയും കൂടി ഗുണമാണ് ഇപ്പോഴത്തെ ഈ ഒരു അക്കാദമിക് രംഗത്തെ നമ്മുടെ കുതിച്ചു ചാട്ടം. ഇപ്പോൾ പുതിയ പാഠ്യപദ്ധതി വന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടാണ് കുട്ടികളിൽ നിന്ന് അടക്കം 5 ലക്ഷത്തോളം കുട്ടികളിൽ നിന്നടക്കം അഭിപ്രായം സ്വരൂപിച്ചിട്ട് ആണ് നമ്മുടെ പാഠ്യപദ്ധതി പുതിയ രൂപീകരിച്ചു. ഇപ്പം 2ാമത്തെ അധ്യയന വർഷമാണ് പുതിയ പാഠ്യപദ്ധതി പുതുതായിട്ട് വന്നിട്ട് 2ാമത്തെ അധ്യയന വർഷമാണ്. SCERT നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നടത്തും. അതായത് ഒരു വർഷം ഇതിൻ്റെ പ്രയോഗിച്ചതിന് ശേഷം അതെങ്ങനെയാണ്, വേണ്ടത്ര വിജയിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ നമുക്ക് പിന്നോട്ട് പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലയിൽ ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്യേണ്ടതുണ്ടെന്നുള്ളൊരു പഠനം നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പഠനത്തിലേക്ക് SCERT പോയിട്ടുണ്ട്. ഒരു അധ്യാപക സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവ് എന്ന നിലയ്ക്ക്, അതിന് ചുമതല വഹിക്കുന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് പുതിയ പാഠ്യപദ്ധതി ഏത് രീതിയിലാണ് ഗുണം ചെയ്തിട്ടുള്ളത്? നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തെ, അപ്പോൾ ഈ അധ്യയന വർഷം തീരാൻ വേണ്ടി ഇപ്പോൾ ഈ 2 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉണ്ടായ മാറ്റം ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല. 90കളിൽ പുതിയ പാഠ്യപദ്ധതി വന്നപ്പോൾ ഉണ്ടായ സ്ഥിതി നമുക്കറിയാം. അതുവരെ റോട്ട് ലേണിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്, കാണാതെ പഠിക്കുക. അന്ന് കേരളത്തിലാണ് ആദ്യമായിട്ട് റോട്ട് ലേണിംഗ് അല്ല വേണ്ടത്, എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. അന്ന് അതിനെല്ലാവരും വിമർശിച്ചു. DPP എന്നാണ് ഇതിനെ തെറ്റായി പറയുന്നത്. DPP എന്ന് പറഞ്ഞ ഒരു ഫണ്ടിൽ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ മാത്രം പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം കൊണ്ട് അന്ന് നമുക്കറിയാം കൊണ്ടപ്പട്ടിക പഠിക്കാൻ പാടുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കുട്ടികൾ തിരികെ പോയതെന്നൊക്കെ വലിയ മാധ്യമങ്ങളും അക്ഷരങ്ങൾ പഠിക്കുന്നില്ല. ബൂർഷ മാധ്യമങ്ങളെല്ലാം നല്ലൊരു അവസരമാക്കി എടുത്തു ഈ അണ്ണേനെ പുഷ്ടിപ്പെടുത്താൻ. അന്ന് നമ്മൾ പറഞ്ഞിരുന്നത് ഒക്കെ തന്നെ ശരിയാണ് എന്ന് തെളിയുന്നതാണ് പിന്നീട് നടന്ന പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളെല്ലാം തന്നെ. മറ്റു സംസ്ഥാനങ്ങൾ NCERT വരെ നമ്മുടേത് അതുപോലെ എടുത്തു തന്നെ. അതിൻ്റെ ഒരു വികസിത രൂപമാണ് ഇപ്പോഴത്തെ ഈ പാഠ്യപദ്ധതി പരിഷ്കരണം നടന്നിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഉയർന്ന മത്സര പരീക്ഷകൾ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്നതോടുകൂടി എല്ലാത്തിനും ഡിഗ്രിക്കുള്ള അഡ്മിഷൻ വരെ മത്സര പരീക്ഷകളുടെ അടിസ്ഥാനത്തിൽ അതിനടക്കം നമ്മുടെ കുട്ടികളെ തയ്യാറാക്കാൻ ഈ സ്വാഭാവികമായി കഴിവുകളുണ്ടായാൽ കഴിയും. ആ തരത്തിലുള്ള നല്ല പാഠപുസ്തകങ്ങളാണ് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്രാവശ്യം കുട്ടികൾക്ക് പഠന മണിക്കൂറുകൾ ഉറപ്പാക്കാനും എല്ലാവരുടെയും അഭിപ്രായ സമന്വയത്തോടെ വിദ്യാഭ്യാസ വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു 5 വർഷം കഴിഞ്ഞ് പാഠപുസ്തകം മാറ്റുക എന്നുള്ളതിന് പകരം വർഷം പാഠപുസ്തകം അപ്ഗ്രേഡ് ചെയ്യുക. ഇപ്പോൾ അതിന് വലിയ പ്രയാസമില്ല. പ്രിന്റിങ്ങോ ഒന്നും പഴയ പോലെ അല്ലല്ലോ. ഒരു പേജ് പ്രിന്റിങ് മാറ്റണമെങ്കിൽ അത് പ്രയാസമില്ല. കണ്ടന്റ് അതുപോലെ വർഷം റിവ്യൂ ചെയ്യുന്ന നല്ലൊരു സമീപനമാണ് ഇപ്പോൾ SCERT എടുത്തിട്ടുള്ളത്. നമ്മളിത് പറയുമ്പോഴേ ഇപ്പം ഹയർ സെക്കൻഡറി മേഖലയിൽ അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊന്ന് കുട്ടികളുടെ എണ്ണം പല ക്ലാസ്സുകളിലും എല്ലാ വർഷവും 10% കുട്ടികളെ അഡീഷണൽ ആയിട്ട് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ പഴയ രീതിയിലുള്ള ക്ലാസ് മുറികളാണ് ഇപ്പോഴും ഉള്ളത്. അതായത് ഒരു 60 കുട്ടികൾ വരെ ഇരുന്ന് പഠിക്കുന്ന ക്ലാസ് മുറികളുണ്ട്. അത് ശരിക്കും നമ്മുടെ ഇപ്പം നമ്മൾ ബാക്ക് ബെഞ്ച് സിസ്റ്റം പോലും നമ്മൾ എടുത്തു കളയാണ്. അതായത് ബാക്ക് ബെഞ്ച് വേണ്ട എന്നുള്ള ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നു. വരുന്ന അധ്യയന വർഷം മുതൽ LP UP ആ സിസ്റ്റത്തിലേക്ക് പോവാണ്. പക്ഷേ നമ്മളൊരുപാട് ഈ പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ വികസിച്ചെങ്കിലും പഴയ വലുപ്പത്തിലുള്ള ക്ലാസ് മുറികളിൽ അവിടെ ഈ കുട്ടികൾ ഒരു 60ഓളം, അതും കൗമാരക്കാരായ കുട്ടികൾ ഹയർ സെക്കൻഡറി ക്ലാസ് റൂമുകളിൽ പിന്നെ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം ഒന്നും കൂടെ നിജപ്പെടുത്തി കൂടുതൽ ക്ലാസ് മുറികൾ, ഇപ്പം എല്ലാ സ്കൂളുകളിലൊന്നും പുതിയ റൂമുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ക്ലാസ് മുറികളുടെ എണ്ണം കൂട്ടി ആ രീതിയിലേക്ക് റീസപ്ലിംഗ് നടത്തേണ്ടതല്ലേ? KSTI കാര്യത്തിൽ പണ്ടേ അഭിപ്രായം പറയുന്നത് ഒരു ക്ലാസ്സിൽ 40 കുട്ടിയെ ഹയർ സെക്കൻഡറിയിൽ മാക്സിമം പാടുള്ളൂ. 40 കുട്ടി എന്നാൽ അത്യാവശ്യം ഒരു കുറച്ച് മുതിർന്ന കുട്ടികൾ. യഥാർത്ഥത്തിൽ ഇപ്പോൾ സാറ് അവതാരകൻ പറയുന്നതിലൊരു
ഉള്ളത് മലപ്പുറത്തെയും വടക്കൻ ജില്ലകളുടെ അനുഭവം വെച്ചിട്ടാണ്. ഇപ്പോൾ നമ്മുടെ മധ്യ കേരളത്തിലേക്ക് വന്നാൽ അത് വളരെ കുറഞ്ഞ് 25 കുട്ടികളില്ലാത്ത ബാച്ചുകളുണ്ട്. ജനന നിരക്ക് ഇപ്പോൾ പത്തനംതിട്ടയിലൊക്കെ മൈനസ് ജനന നിരക്കായിരുന്നു. എന്നാൽ വടക്കൻ ജില്ലകളിൽ അത് നമുക്ക് വളരെ അധികമായി കാണുന്നുണ്ട്. ഏതായാലും അത് ശാസ്ത്രീയമല്ല. 30-20 ക്ലാസ് റൂം ഇപ്പം മിക്കവാറും സ്ഥലത്ത് ഗവൺമെൻറ് സ്കൂളുകളിൽ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. അതെ, പുതിയതിലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. 30-20 പഴയ ക്ലാസ് മുറി ഇപ്പോൾ വളരെ കുറവാണ്. എന്നിരുന്നാലും ഒരു 40 കുട്ടിയാണ് ഒരു ക്ലാസ്സിൽ പാകം. 40-ലധികമായാൽ അടുത്ത ബാച്ച് വേണം എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. ഗവൺമെൻറ്റിന് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ ഉപരോധവും ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു സാമ്പത്തിക പ്രയാസമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഐഡിയലായി വേണ്ടത് 40 കുട്ടിക്കാർ അധ്യാപകൻ. ഇപ്പം എല്ലാം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ എൻറോൾമെൻ്റാണ്. അതായത് ഒന്ന്, നമുക്ക് നല്ല പാഠ്യപദ്ധതി ഉണ്ട്, നമുക്ക് നല്ല അധ്യാപക സമ്പത്തുണ്ട്, നമുക്ക് നല്ല പഠിക്കാനും പഠിപ്പിക്കാൻ ആവശ്യമായ അറ്റ്മോസ്ഫിയറിൽ പുതിയ കെട്ടിടങ്ങൾ, ഹൈടെക് കെട്ടിടങ്ങൾ വരുന്നു, ഹൈടെക് ബാത്റൂം അടക്കമുള്ള ഫെസിലിറ്റീസ് വരുന്നു, അതേപോലെ ലാബുകൾ വരുന്നു, റോബോട്ടിക് പഠിപ്പിക്കാനുള്ള ടിങ്കറിംഗ് ലാബ് പോലുള്ള ലാബുകളൊക്കെ നമ്മുടെ സ്കൂളിൽ നിന്ന് എല്ലാ സംവിധാനങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം മറ്റ് സംസ്ഥാനങ്ങളായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ എൻറോളിങ്ങും പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേരളം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ 0.04 കേരളത്തിലെ കൊഴിഞ്ഞുപോക്ക്. ആ കൊഴിഞ്ഞുപോക്ക് തന്നെ ഇല്ലയെന്ന് തന്നെ പറയാം. ആ കൊഴിഞ്ഞുപോക്ക് തന്നെ നമ്മുടെ ഗോത്രമേഖലയിലെ കുറച്ച് കുട്ടികളാണ്. അവരും നമ്മൾ വിദ്യാഭ്യാസ ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുവരാനുള്ള പഠിപ്പുറസി പോലുള്ള പദ്ധതികൾ നിലമ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വളരെ സജീവമായി നടക്കുന്നുണ്ട്. അത് ഒന്നും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് പൂർണ്ണമായും 0 എന്നതിലേക്ക് എത്തും. പക്ഷേ ഇത് നമ്മൾ പറയുമ്പോഴും ഈ പെൺകുട്ടികളുടെ ഈ എൻറോളിങ് കൂടുന്നു, എല്ലാ കുട്ടികളും സ്കൂളിൽ വരുന്നു. 1-ാം ക്ലാസ്സിൽ വരുന്ന പ്രീ പ്രൈമറിയിൽ വരുന്ന ഒരു കുട്ടി 12-ാം ക്ലാസ് വരെ ആ കുട്ടി സ്കൂളിൽ നിൽക്കുന്നു. അതിന് ശേഷമാണ് സ്കൂളിൽ പോകുന്നത്. അതിൽ വളരെ അപൂർവമായി 1-2 കുട്ടികളൊക്കെ കൊഴിഞ്ഞു പോയേക്കാം. പക്ഷേ എന്നാൽ പോലും കേരളത്തിൽ ഇപ്പോഴും ഒരു 160ഓളം ആൺപള്ളിക്കൂടങ്ങളും പെൺപള്ളിക്കൂടങ്ങളും ഉണ്ട്. നമ്മൾ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 30ഓളം സ്കൂളുകൾ മിക്സഡ് ആക്കി. പക്ഷെ ഇപ്പോഴും ചില പരിമിതികൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ആധുനിക സമൂഹത്തിൽ അങ്ങനെ ഒരു ആൺപള്ളിക്കൂടം, കാരണം എൻ്റെ 3 കുട്ടികളും പെൺപള്ളിക്കൂടത്തിൽ പഠിച്ചതാണ്. അപ്പം അവർ പ്രീ പ്രൈമറി അല്ലെങ്കിൽ LP അല്ലെങ്കിൽ UP മുതൽ അവർ പിന്നെ ഇതുപോലുള്ള ചില കുട്ടികൾ പിന്നെ കോളേജിലേക്ക് പോകുന്നതും ചിലപ്പോൾ വുമൻസ് കോളേജിലേക്കാവും. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല ഘട്ടം ഒറ്റ ജെൻഡറിനിടയിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഇതുപോലെ പെൺ പള്ളിക്കൂടം മിക്സഡ് ആക്കേണ്ട ഒരു വിഷയമില്ല. വേറൊരു വിഷയം കൂടെ KST നിലക്ക് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്ന ഒന്ന്, കേരളത്തിൽ ചില സ്കൂളുകളിലെങ്കിലും സ്റ്റാഫ് റൂമുകൾ സ്ത്രീകളുടെയും പുരുഷന്മാർ വ്യത്യസ്ത സ്റ്റാഫ്, തലസ്ഥാനത്ത് തന്നെ പ്രമുഖ വിദ്യാലയത്തിലടക്കം ഹയർ സെക്കൻഡറി മേഖലയിലെ സ്റ്റാഫ് റൂം, പുരുഷന്മാർക്ക് ഒരു സ്റ്റാഫ് റൂം, സ്ത്രീകൾക്ക് ഒരു സ്റ്റാഫ് റൂം, ഇതൊക്കെ അവസാനിപ്പിക്കേണ്ടതില്ല. പ്രത്യേകിച്ചും ഇതെങ്കിലും അവസാനിപ്പിക്കാൻ KSTക്ക് സാധിക്കില്ല. തീർച്ചയായിട്ടും ഈ ആൺകുട്ടികൾക്ക് വിദ്യാലയവും പെൺകുട്ടികൾക്ക് വിദ്യാലയവും ഉണ്ടായത് യഥാർത്ഥത്തിൽ പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേക വിദ്യാലയം ഉണ്ടായത്. അതെ, അങ്ങനെ ആൺകുട്ടികൾ വേറെ ആയതാണ്. അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. പക്ഷെ ആ കാലഘട്ടമൊക്കെ മാറി. ഇപ്പോഴും ആൺകുട്ടികളുടെ വിദ്യാലയം പെൺകുട്ടികളുടെ വിദ്യാലയവും കഴിഞ്ഞ 2 വർഷമായിട്ട് ഗവൺമെൻറ് എടുത്തൊരു ഇനീഷ്യേഷൻ്റെ ഭാഗമായിട്ട് കുറേ മാറി. വ്യാപകമായി മിക്സ്ഡ് സ്കൂളുകൾക്കുള്ള ഇത് വന്നു. എന്നാലും ചില സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട് പെൺപള്ളിക്കൂടങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും കുട്ടികളുടെ വളർച്ചയിൽ ഒരു നല്ല സ്വഭാവമൊക്കെ രൂപീകരിക്കണമെങ്കിൽ മിക്സഡ് സ്കൂളിൽ പഠിക്കണം. എൻ്റെ അനുഭവം ഉണ്ട്. തലസ്ഥാനത്ത് നല്ലൊരു ഗവൺമെൻറ് മിക്സഡ് സ്കൂളില്ല, തലസ്ഥാനത്ത് പോലും ഇല്ല. ശരി, യഥാർത്ഥത്തിൽ അത് അത്യാവശ്യമാണ്. അത് അത് മാറ്റേണ്ട കാലം കഴിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയിലും ഈ ആൺകുട്ടികൾ പെൺകുട്ടികൾ അതിപ്പോൾ സമൂഹം എത്ര മാറി, എത്രയോ വലിയ മാറ്റം വന്നു. ആ മാറ്റത്തിന് തീർച്ചയായും മാറിയാണ്. സ്റ്റാഫ് റൂമുകളും പൊതുവേ ഗവൺമെൻറ് സ്കൂളിൽ ഇല്ല. ഇനിയിപ്പോൾ ഉദാഹരണം ഞാൻ ഇപ്പോൾ പ്രത്യേകം പറഞ്ഞില്ല. പൊതുവേ ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെ ഇല്ല. ചില ഈ എയ്ഡഡ് സ്കൂളിൽ പണ്ടുണ്ടായത് ചിലതുണ്ട്, അതും മാറ്റേണ്ടതാണ്. പല സ്ഥലത്തും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒക്കെ പണ്ടത്തെ ആ ചിന്താഗതി തുടരുന്ന പല ആളുകളും ഇപ്പോഴും ഉണ്ട് എന്നാണ് അതിനർത്ഥം. തുടർന്ന് മിക്സഡായിട്ട് തന്നെയാണ് എല്ലാം കൂടി. സ്റ്റാഫ് റൂം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താ, ഈ സ്റ്റാഫിന് ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് ക്ലാസ്സുകളിൽ പോകാനുള്ള സൗകര്യമുള്ള സ്ഥലം, അല്ലാതെ ആൺ പെൺ എന്നുള്ളൊരു സൗകര്യത്തിൻ്റെ ആവശ്യമില്ല. അവിടെ ഒരു ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന വേണമെങ്കിൽ ആ ഒരു ലെയറിലുള്ള ആ ഒരു നിലയിലുള്ള ആളുകൾക്ക് ഒരു സ്റ്റാഫ് റൂം ആകാം, അങ്ങനെയൊക്കെ ആകാം.
അല്ലാതെ ആൺ പെണ്ണ് ജെൻഡർ ആയിട്ട് 2 സ്റ്റാഫ് റൂം ഉണ്ടാകുന്നൊന്നും നല്ലതല്ല. പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്ന് KST കരുതുന്നില്ല. KST ഒരു അധ്യാപക സംഘടന. നമ്മൾ സാധാരണ ഈ സർവീസ് സംഘടനകളെ കുറിച്ച് കണ്ട് അവരുടെ സർവീസായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ഇടുന്നു. അപ്പോൾ അത് ഏത് സംഘടനയിലും അവർക്ക് സർവീസാണ് പ്രധാനപ്പെട്ടത്. KST ഒരു സർവീസ് സംഘടന നിലയ്ക്ക് അധ്യാപകരുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങൾ, ഇപ്പം കേട്ടറ്റിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ KST വളരെ മുമ്പിൽ നിൽക്കുന്നു. പാർലമെൻറ്റ് മാർച്ച് പങ്കെടുക്കുന്നു. സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അതൊരു ഭാഗത്ത്. രണ്ടാമത്തെ ഭാഗത്ത് കുട്ടികളെന്ന് പറയുന്നൊരു വിഭാഗം നിങ്ങളുടെ മുമ്പിലുണ്ട്. കുട്ടികളുള്ളത് കൊണ്ടാണ് അധ്യാപകരുള്ളത്, അല്ലെങ്കിൽ അധ്യാപകരുള്ളത്. ഇത് രണ്ടും സിമിൾട്ടൻസ് ആണ്, ഒരുപോലെയാണ്. ഈ വിദ്യാലയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അവിടുത്തെ കുട്ടികളാണ്. പക്ഷേ ഈ കുട്ടികളുടെ നടക്കുന്ന ഈ പഠന പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനും KST ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കി ഗൃഹസന്ദർശനം അടക്കം KST നടത്തുന്നുണ്ട്. അതിലൊരു എക്സ്പീരിയൻസ് എന്താണ്? ഞങ്ങളുടെ ഈ സമരങ്ങളൊന്നും ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല. ഇപ്പോൾ ഈ സമരം തന്നെ ഇപ്പോൾ പാർലമെൻറ്റ് മാർച്ച് പറഞ്ഞല്ലോ, ഫെബ്രുവരി 5 പാർലമെൻറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 5 ഡിമാൻഡാണ്. അതിലൊരു ഡിമാൻഡാണ് കേട്ടിട്ടുള്ളവരെ സംരക്ഷിക്കുക. രണ്ടാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയം ഉപേക്ഷിക്കാനാണ്. അതെ, ദേശീയ വിദ്യാഭ്യാസ നയമാണ് ഇപ്പോൾ ഇന്ത്യയിലാകെ ഇന്ന് 1,00,000-ലധികം സ്കൂൾ അടച്ചുപൂട്ടി. ഇപ്പോൾ SFI സമരം ഏറ്റെടുത്തിട്ടുണ്ട് മധ്യപ്രദേശിൽ. 29,000 സ്കൂളാണ് അടച്ചു മധ്യപ്രദേശിൽ. അപ്പോൾ ആ കുട്ടികളുടെ ആവശ്യത്തിനൊപ്പമാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആ കാര്യത്തിൽ നിൽക്കുന്നത്. കേരളത്തിലാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുമ്പോൾ ഇന്നലെ മിനിയാന്ന് ഞങ്ങൾ ചെയ്തൊരു പരിപാടി, കായിക താരങ്ങളായി ഏറ്റവും നല്ല ഓട്ടക്കാരിയായി വന്ന ഒരു കുട്ടി, 4 സ്വർണ്ണ മെഡൽ വാങ്ങിയ കുട്ടി, പാലക്കാട്. ആ കുട്ടിക്ക് മെഡൽ വെക്കാൻ സ്ഥലമില്ല. അപ്പൂപ്പൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അമ്മ ദൂരെ എവിടെയോ ജോലി ചെയ്യും. അങ്ങനെയുള്ള 3 കുട്ടികൾക്ക് സംസ്ഥാനത്ത് വീടുണ്ടായി കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒന്ന് അവിടെ, ഒന്ന് കോട്ടയം, ഒന്ന് കാസർഗോഡ്. നിങ്ങൾ നേരത്തെ ഒരുപാട് വീട് കൊടുത്തിട്ടുണ്ട്. 160ഓളം വീട് ഞങ്ങൾ നേരത്തെ കുട്ടിക്കൊരു വീടാണ് പദ്ധതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇതും KST എന്നുള്ള മാതൃകാ പ്രവർത്തനമാണ്. അതെ. അതോടൊപ്പം മികവ് എന്ന പ്രോഗ്രാം ഞങ്ങളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിൽ 4ാം ക്ലാസ് ഇംഗ്ലീഷിനുള്ള വലിയ താല്പര്യം. ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം വേണം എന്നുള്ള തെറ്റായ ധാരണ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷ് നല്ല പഠനം എങ്ങനെ എന്നുള്ളതിന് പ്രത്യേക ട്വിങ്കിൾ എന്ന പ്രോഗ്രാം വെച്ച് അത് എല്ലാ സബ് ജില്ലയിലും നടപ്പിലായിക്കൊണ്ട് KST നേരിട്ട് KST വേണ്ടി സർക്കാർ ഇറക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ഹാൻഡ് എന്ന് പറയുമ്പോൾ ഈ ഹാൻഡ് ബുക്ക് സർക്കാർ ഇറക്കേണ്ടതാണ്. ഒരു സഹായി ഞങ്ങൾ ഇറക്കി. ആ സഹായി വളരെ നല്ല, എല്ലാവരും സ്വീകരിക്കപ്പെട്ടു. അതിലേക്കുള്ള വീഡിയോ വരെ ഞങ്ങൾ പ്രത്യേകം നിർമ്മിച്ച്, പ്രത്യേക ആളുകളെ വിളിച്ച് നിർമ്മിച്ച് കൊടുത്തു. വളരെ രൂപത്തിൽ സ്വാഗതം ചെയ്യപ്പെട്ടു. അത് 4ാം ക്ലാസ്സിൽ. അടുത്ത വർഷം UP നടപ്പിലാക്കും. അങ്ങനെ ആ കാര്യം നടപ്പിലാക്കി. 10ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഇപ്രാവശ്യം പുതിയ പുസ്തകമാണ്. പുതിയ ചോദ്യ മാതൃകയാണ്. ചോദ്യത്തിലൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് പരിചയപ്പെടുന്ന വിദ്യാജ്യോതി, ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് വിദ്യാജ്യോതി ഒക്കെ ഫ്രീ ആയിട്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ LSS USS മോഡൽ പരീക്ഷ നോക്കുക. കേട്ടറ്റിൻ്റെ പരീക്ഷ ഞങ്ങൾ മോഡൽ നടത്തുന്നു. കുട്ടികൾക്ക് LSSഉം USSഉം മോഡൽ പരീക്ഷ. അപ്പോൾ അധ്യാപകർ അതെ ഈ വർഷം കേട്ടറ്റൂടെ നടത്തുന്നു. അപ്പോൾ ഒരേപോലെ തന്നെ അക്കാദമിക് പ്രവർത്തനങ്ങളെ ഞങ്ങൾ കാണുന്നുണ്ട്. ചുമരില്ലാതെ ചിത്രം വരയ്ക്കാൻ കഴിയില്ല. കുട്ടിയില്ലെങ്കിൽ അധ്യാപകനില്ല എന്ന് തീർച്ചയായിട്ടും തിരിച്ചറിയുന്ന ഒരു കേവല ട്രേഡ് യൂണിയൻ അല്ല KST. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ പ്രതികരണം, മഡ്യൂറോയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ സ്കൂൾ അടക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ ഞങ്ങളുടെ ടെറ്റിലും പ്രതികരിക്കും. എനിക്ക് തോന്നുന്നു ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്, ഒന്ന് അതിനെ പാഠ്യപദ്ധതിയെ ഹിന്ദുത്വവൽക്കരിക്കുക. അതിനുള്ള ഏറ്റവും വലിയ ബദലാണ് കേരളം. നമ്മൾ NCERT വെട്ടിമാറ്റിയ പാഠപുസ്തകങ്ങളടക്കം ഇവിടെ പഠിപ്പിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറം അധ്യാപകർ നേരിടാൻ പോകുന്ന വലിയൊരു വെല്ലുവിളി 1 പ്ലാറ്റ്ഫോം, 1 ക്ലാസ് റൂം, 1 ടീച്ചർ എന്നൊരു സിസ്റ്റത്തിലേക്ക് പോവുക. ഓൺലൈൻ പഠനത്തിൻ്റെ രീതിയിലേക്ക് പോവുക. ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഒളിഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ അപകടം പല അധ്യാപകരും കാണുന്നില്ല എന്ന് തോന്നുന്നു. അതിനെ ന്യായീകരിക്കുന്ന ചില അധ്യാപകരുണ്ട്, അവർ കാണുന്നില്ല. പക്ഷെ അത് പൂർണ്ണമായ രീതിയിൽ പ്രാവർത്തികമായാൽ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ മുമ്പ് നമ്മൾ ഓൺലൈൻ കാലത്തൊക്കെ വിറ്റസാനിലൊക്കെ ചെയ്തത് അങ്ങനെയാണല്ലോ. അന്ന് കോവിഡ് കാലത്ത് വേറെ മാർഗ്ഗമില്ലാത്ത നമ്മളത് കണ്ടതാണ്. അതെ, ആ രീതിയിലേക്ക്, അതായത് ക്ലാസ് റൂമുകൾ വേണ്ട, ഇനി സ്കൂൾ വേണ്ട, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അതിനോട് താതാത്മ്യം സ്വാഭാവികമായിട്ട് പ്രാപിക്കാൻ വേണ്ടി സാധിക്കും. ഇത് കാണുന്നില്ല നമ്മുടെ അധ്യാപകരും. ചില അധ്യാപകരെങ്കിലും KSTയൊക്കെ ഇതിൻ്റെ അപകടം ചൂണ്ടിക്കാണിച്ച് പ്രക്ഷോഭരംഗത്താണെങ്കിലും ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ എന്താണ് അപകടം എന്ന് ചോദിക്കുന്ന അധ്യാപകരും കൂടെ നമ്മുടെ കേരളത്തിലുണ്ട്. നമ്മുടെ കേരളീയരുടെ ഒരു പൊതു സ്വഭാവമാണ് അതിലെ നല്ലതെടുക്കാം,
ദോഷങ്ങൾ എതിർത്താൽ പോരുന്നത്. ദേശീയ വിദ്യാഭ്യാസം നല്ലതൊന്നുമില്ല, ഒന്നുമില്ല. അതെ, ഒന്നുമില്ല. അപ്പോൾ അതിൽ ഉദാഹരണത്തിന് 6,90,000 പ്രൈമറി വിദ്യാലയങ്ങളാണ് പൊതുമേഖലയിൽ ഇന്ത്യയിലുള്ളത്. ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ നടത്തിപ്പ് രേഖയാണ് സാർത്ഥക്. ഞാൻ പിന്നീട് വേറെ വിഷയമാണ്. സാർത്ഥകിൽ പറയുന്നതിൽ 3,30,000 സ്കൂൾ നിശ്ചിത വർഷം കൊണ്ട് അടച്ചുപൂട്ടണം എന്ന് പറയില്ല, മെർജ് ചെയ്യണം. മെർജ് ബാങ്കുകളൊക്കെ ഇല്ലാതാക്കുന്നത്. അതിലിപ്പോൾ 1,00,000 ഇല്ലാതാക്കി കഴിഞ്ഞു. 1,00,000 സ്കൂൾ ഇല്ലാതാക്കി. നമ്മൾ വെറുതെ പറയുന്നതല്ല, കേരളത്തിലാണ് നടപ്പാക്കാത്തത്. കേരളത്തിൽ നമ്മുടെ സർക്കാർ കുട്ടികൾ കുറഞ്ഞ സ്കൂൾ പോലും നമ്മൾ നിലനിർത്തണം, പോളിസി എന്നുള്ളത്. അത് നമ്മുടെ സർക്കാരിന്റെ നയമാണ്. ഇടതുപക്ഷ ആയതുകൊണ്ട് മാത്രമാണ് ഇത്. നേരെ മറിച്ച് ഒരു വലതുപക്ഷ സർക്കാരാണ് വിചാരിക്കുക. 2002 എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അന്ന് കേന്ദ്ര ഗവൺമെൻറ് സ്കൂൾ അടച്ചുപൂട്ടണം പറഞ്ഞിട്ടില്ല. അന്ന് ഇവിടെ 2,655 സ്കൂൾ അടച്ചുപൂട്ടാൻ ലിസ്റ്റ് ഇട്ടു. അതിൽ വന്നാണ് മലാപ്പറമ്പൊക്കെ. മലാപ്പറമ്പ് അതിന് ശേഷം UDF അന്നാണ് നമ്മൾ 32 ദിവസം സമരം നടത്തി ജീവനക്കാരും അധ്യാപകരും ആ ഉത്തരവ് മരവിപ്പിച്ചത്. പിന്നീട് ഉമ്മൻചാണ്ടി വന്ന കാലത്ത്, അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്താണ് മലാപ്പറമ്പും നമ്മുടെ മങ്ങാട്ടുമുറിയും ഒക്കെ അടച്ചുപൂട്ടത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യത്തെ തീരുമാനം എടുത്തത് തുറക്കാനായിരുന്നു. ഫസ്റ്റ് തീരുമാനം. ഹൈടെക് സ്കൂളായി, വലിയ സ്കൂളായി. ആ മങ്ങാട്ടുമുറി ഇപ്പോൾ ഗവൺമെന്റ്, മങ്ങാട്ടുമുറി കൊണ്ടോട്ടിയിലാണ്. 1 കോടി രൂപ കൊടുത്ത് അവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് 150-നടുത്ത കുട്ടികളുണ്ട്. കുട്ടികൾ വർദ്ധിച്ചു. വലിയ ഒരു ഗ്രാമപ്രദേശം, നല്ല സ്കൂൾ. അപ്പോൾ ഞങ്ങൾ ഈ രണ്ടിനുള്ള സമരമാണ് ഒരേ സമയം നടത്തുന്നത്. രണ്ടും അധ്യാപക മേഖലയാണ്, രാജ്യത്തിനും വേണ്ടാണ്, കുട്ടികൾക്കും പുതിയ തലമുറയ്ക്കും വേണ്ട. അതെ. ഓക്കെ സാർ, താങ്ക് യു.